വ്യൂ പോയിന്റിൽ ഇന്നെൻ്റെ അതിഥി CPM കേന്ദ്ര കമ്മിറ്റി അംഗവും കേരളത്തിന്റെ വ്യാവസായിക കായിക മന്ത്രിയുമായ ശ്രീ EP ജയരാജനാണ്. മിനിസ്റ്റർ, എ വെരി വാം വെൽക്കം ടു ദി പ്രോഗ്രാം. യെസ്, താങ്ക് യു. വളരെ നന്ദി. പിണറായി മന്ത്രിസഭയിൽ വ്യൂ പോയിന്റിലെത്തുന്ന ആദ്യത്തെ അംഗമാണ് ശ്രീ EP ജയരാജൻ. താങ്കൾ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഈ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുൻപ്, പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നതിന് തൊട്ട് മുൻപ് അദ്ദേഹം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം, ഒരു നിയുക്ത മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഘട്ടത്തിൽ ഇടതുപക്ഷ സർക്കാർ LDF മാനിഫെസ്റ്റോയിൽ എന്താണോ ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഉറപ്പ് അത് പാലിക്കാൻ പ്രതിജ്ഞാബദ്ധമായിരിക്കും, അതിനൊപ്പം നിന്നിട്ടുള്ളൊരു പ്രവർത്തനം നടത്താൻ വേണ്ടി പരമാവധി ശ്രമിക്കുമെന്നതാണ്. തുടക്കത്തിലെ പിഴച്ചുപോയി എന്നതാണോ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇപ്പോഴുണ്ടായിട്ടുള്ള വിവാദങ്ങൾക്ക് കാരണം? ശ്രീ EP ജയരാജൻ, ഒരു പിഴച്ചുപോക്കുമില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യം വളരെ ശരിയായിട്ടുള്ളതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സർക്കാർ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോവിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പിൽ വരുത്തും. അതുവഴി ജനങ്ങൾക്ക് കൂടുതൽ ജനോപകാരപ്രദമായ അനുഭവങ്ങൾ അനുഭവിക്കാൻ സാധിക്കും. അതിൻ്റെ ഭാഗമായിട്ടുള്ള നിലപാട് മാത്രമേ മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളൂ. താങ്കൾ 2 ദിവസം മുൻപ് എറണാകുളം പ്രസ് ക്ലബ്ബിലെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പറഞ്ഞത് കേരളം പാസാക്കിയ പ്രമേയത്തിന് അനുസരിച്ചുള്ള നിലപാടാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടേത് എന്നാണ്. അണക്കെട്ടിന് വിലക്കുറവില്ല എന്ന സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിൽ നിന്നുകൊണ്ട് വേണം നിലപാടെടുക്കാൻ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എങ്ങനെയാണ് കേരള നിയമസഭ ഏകകണ്ഠേന പാസാക്കിയ പ്രമേയത്തിന് അനുയോജ്യമായ നിലപാടായി ഇത് മാറുന്നത്? കേരള നിയമസഭ പാസാക്കിയിട്ടുള്ള നിയമം, ഐക്യകണ്ഠേന പാസാക്കിയ നിയമം, തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷിതത്വവും എന്നുള്ളതാണ്. ഇത്തരമൊരു പ്രമേയത്തിൻ്റെ സന്ദേശത്തിൽ നിന്നുകൊണ്ടാണ് മുല്ലപ്പെരിയാർ പ്രശ്നം കേരള ഗവൺമെൻറ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ച് സുപ്രീം കോടതി നിരീക്ഷണം നടത്തുകയും സുപ്രീം കോടതി ഇത് സംബന്ധിച്ച് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സ്പേർട്ട് കമ്മിറ്റിയെ തീരുമാനിക്കുകയും ചെയ്തു. ഒരു ഉന്നതാധികാര സമിതി. ആ ഉന്നതാധികാര സമിതിയിൽ എക്സ്പേർട്സ് ഉള്ളതാണ്. ആ എക്സ്പേർട്സ് എല്ലാം വിശദമായി നിരവധി തവണ പരിശോധിച്ച് ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. സുപ്രീം കോടതിയും ഒരു നിലപാട് സ്വീകരിച്ചു. അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നിലനിൽക്കുന്നത് കേരള നിയമസഭ പാസ്സാക്കിയിട്ടുള്ള പ്രമേയം തന്നെയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുക. കേരള നിയമസഭ പാസാക്കിയ പ്രമേയത്തിൻ്റെ അവസാന ഭാഗം ഇങ്ങനെയാണ്: ഡാമിൻ്റെ ബലക്ഷയം കണക്കിലെടുത്ത് പുതിയ ഡാം നിർമ്മിക്കുകയല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് കേരളം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്കും തമിഴ്നാടിന് വെള്ളം ലഭ്യമാക്കുന്നതിനും ഒരു പുതിയ ഡാം നിർമ്മിക്കുക എന്ന കേരളത്തിൻ്റെ ആവശ്യം നിറവേറ്റുന്നതിന് അനുയോജ്യമായ നേതൃത്വം നൽകണം എന്ന് ഈ സഭ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നു എന്നതാണ്. താങ്കൾ പറഞ്ഞത് ശരിയാണ്, തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും. ഒരു പുതിയ ഡാം എന്നതിനപ്പുറം ഏത് തരത്തിലാണ് കേരളത്തിൻ്റെ സുരക്ഷ നമുക്ക് ഉറപ്പാക്കാൻ കഴിയുക? ഇത് സംബന്ധിച്ച് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഉയർന്നു വരട്ടെ. എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് നമുക്ക് നിഗമനത്തിലേക്ക് എത്താം. ആ നിഗമനത്തിലേക്ക് എത്തുന്നത് നിയമസഭ പാസ്സാക്കിയിട്ടുള്ള പ്രമേയത്തിൻ്റെ കാഴ്ചപ്പാടിൽ തന്നെയായിരിക്കും. ഇങ്ങനൊരു പ്രമേയം പാസ്സാക്കിയാൽ ആ പ്രമേയത്തിൻ്റെ ഉള്ളടക്കം നടപ്പിലാക്കണ്ടേ? ആ നടപ്പിലാക്കാൻ ആദ്യം സ്വീകരിക്കേണ്ടത് 2 സംസ്ഥാനങ്ങളിലെയും ഗവൺമെൻറ്റുകളും അതുപോലെ തന്നെ ജനങ്ങളും തമ്മിലുള്ള ഏറ്റവും നല്ല സൗഹൃദം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. ആ സൗഹൃദത്തിൽ നിന്ന് എല്ലാ കാര്യങ്ങളും പരസ്പരം ചർച്ച ചെയ്തും പരസ്പരം മനസ്സിലാക്കിയും ഏറ്റവും ശരിയായ നിഗമനത്തിലേക്ക് ചെന്നെത്തിക്കൊണ്ട് പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ നല്ല തുടക്കമാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളത്. ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്, പുതിയ ഡാം വേണ്ട എന്നൊരു നിലപാട് ഈ സർക്കാർ എടുത്തിട്ടുണ്ടോ? നമ്മൾ വേണ്ട എന്നുള്ള നിലപാടിലേക്കോ ഒന്നും ഇപ്പോൾ പോയിട്ടില്ല. വേണ്ട എന്നുള്ള നിലപാടിലേക്കും പോയിട്ടില്ല, വേണമെന്ന നിലപാടിലേക്കും പോയിട്ടില്ല. ഇപ്പോൾ നമ്മുടെ പ്രമേയത്തിൻ്റെ ഉള്ളടക്കത്തിൽ നിന്ന് 2 കാര്യങ്ങളിൽ ഉറപ്പുവരുത്താനുള്ള സമീപനം സ്വീകരിക്കുകയാണ്. അതിന് വേണ്ടത്, ആ പ്രമേയത്തിൻ്റെ ഉള്ളടക്കം നടപ്പിലാക്കാൻ വേണ്ടത് 2 സംസ്ഥാനങ്ങളും ഗവൺമെൻറ്റുകളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുക എന്നുള്ളതാണ്. അതല്ലാതിരുന്നെങ്കിൽ ലളിതമല്ല പ്രശ്നം. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കൂടുതൽ സങ്കീർണതയിലേക്ക് പോകാൻ പാടില്ല. അതിന് നല്ല ഒരു സാഹചര്യം, ജനങ്ങളുമായിട്ടുള്ള സൗഹൃദങ്ങളും 2 സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള ബന്ധങ്ങളും
മെച്ചപ്പെടുത്തി നല്ലൊരു അന്തരീക്ഷം ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെ ഉണ്ടായിട്ടുള്ള വിമർശനങ്ങളിൽ പ്രധാനം കേരളത്തിൻ്റെ സുരക്ഷിതത്വം വളരെ പ്രശ്നം തന്നെയാണ്. ആ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയും തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ആവശ്യമുള്ള ജലം, അവർക്കാവശ്യമുള്ള വെള്ളം ലഭ്യമാക്കുകയും ചെയ്യത്തക്ക നിലയിൽ നടപടികൾ മുന്നോട്ട് പോകാം. സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു നിലപാട്, അതായത് സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിന് അനുയോജ്യമായൊരു നിലപാട് കേരളം സ്വീകരിക്കാമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അത് സ്വാഭാവികമായും ഒരു പുതിയ അണക്കെട്ട് ആവശ്യമില്ല, 142 നിന്ന് 152 അടിയായി ഉയർത്തണം എന്ന തമിഴ്നാടിന്റെ ആവശ്യത്തിന് പിൻബലം നൽകുന്ന ഒരു നിലപാടല്ലേ കേരളം സ്വീകരിച്ചത്? അത് കാത്തിരിക്കും. സ്വാഭാവികമായും ഇന്നുള്ള ഡാമിൻ്റെ ഉയർച്ച ഉണ്ടാകാതിരിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ താല്പര്യം. ആ നിലപാടിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഡാം ഇന്നുള്ള നിലയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് പ്രശ്നങ്ങൾ നല്ല നിലയിൽ തന്നെ പരിഹരിക്കാൻ സാധിക്കും. ഈ LDFിൻ്റെ പ്രകടന പത്രികയിൽ മിനിസ്റ്റർ പറയുന്നുണ്ടല്ലോ, ഒരു മുല്ലപ്പെരിയാറിൽ ഒരു പുതിയ അണക്കെട്ടിന് വേണ്ടിയുള്ള പരിശ്രമം തുടരുമെന്ന്. മുല്ലപ്പെരിയാർ പ്രശ്നം നല്ലതുപോലെ പരിഹരിക്കാനുള്ള ശ്രമം തുടരും. ആ പ്രശ്നം പരിഹരിക്കേണ്ടതാണ്. എതിർപ്പുകൾ സ്വന്തം പാളയത്തിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടല്ലോ. ഉദാഹരണത്തിന് ഇപ്പോൾ CPIയുടെ ആവശ്യം ഇക്കാര്യത്തിൽ ഒരു കൂട്ടായ ആലോചനയും ചർച്ചയും വേണ്ടിയിരുന്നു എന്നതാണ്. VS അച്യുതാനന്ദൻ്റെ പ്രതികരണം ഇന്നുണ്ടായിരിക്കുന്നത് ഇടതുപക്ഷ നിലപാടുകൾക്കും പ്രകടന പത്രികയ്ക്കും വിരുദ്ധമായൊരു നിലപാടാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളം സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ്. താങ്കൾ പറഞ്ഞതുപോലെ ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള മെച്ചപ്പെട്ട ബന്ധത്തിന് അനുയോജ്യമായ ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് എങ്കിൽ കൂടി ഇക്കാര്യം ഒരു കൂടിയാലോചനയ്ക്ക് ശേഷം ആകേണ്ടിയിരുന്നില്ലേ ഒരു അഭിപ്രായ പ്രകടനമായി പുറത്തു വരാൻ? ഇതെല്ലാം കൂടിയാലോചനകളും ചർച്ചകളും ഒക്കെ ഒട്ടനവധി നടത്തിയിട്ടുള്ളതാണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഒരു നിലപാട് അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊന്നും ഈ ഘടക പാർട്ടികൾ തമ്മിലോ അതുപോലെ തന്നെ VS ആയിട്ടോ ഒന്നും ഈ വിഷയത്തിലില്ല. ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. ആ അഭിപ്രായങ്ങളെല്ലാം കൂടുതൽ മനസ്സിലാക്കാനും കൈകാര്യം ചെയ്യാനുമുള്ള സാഹചര്യം ഈ ചർച്ചകളിലൂടെ ഉണ്ടാകും. കേരളത്തിൻ്റെ പ്രകൃതിക്കും പരിസ്ഥിതിക്കും ദോഷം ചെയ്യാത്തതും കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് ഗുണം ചെയ്യുന്നതുമായ കോർപ്പറേറ്റുകൾ വന്നാൽ അവരെ ഇരു കൈയും നീട്ടി സ്വീകരിക്കാം എന്ന നിലപാടാണല്ലോ ശ്രീ പി ജയരാജൻ വ്യവസായ മന്ത്രി എന്ന നിലയിൽ താങ്കൾക്കുള്ളത്. വ്യവസായ മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ ഒരു നിക്ഷേപകനെയും പ്രതിരോധിക്കാനില്ല. ഞാനിവിടെ എൻ്റെ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങളാണ് എൻ്റെ മുമ്പിൽ, എൻ്റെ രാഷ്ട്രത്തിൻ്റെ താല്പര്യങ്ങളാണ്. ആ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള നിലപാട് എടുക്കുക. വരട്ടെ, അവരുടെ നിക്ഷേപങ്ങളുമായിട്ട് വരട്ടെ, ഏത് രംഗത്ത് എന്തിനുപയോഗിക്കുമെന്ന് കാണട്ടെ. വരുന്നതിന് മുൻപ് ഇതാ ഇങ്ങ് വരികയാണ് എന്ന് പറഞ്ഞ് ആരെയും ഭയപ്പെടുത്തി തിരിച്ചോടിക്കേണ്ടതില്ല. ഇതും LDFിൻ്റെ പ്രകടന പത്രികയിലെ ആമുഖത്തിൽ പറയുന്ന ഭാഗങ്ങളുടെ ഒരു കോൺട്രാഡിക്ഷൻ ഉണ്ടോ എന്നുള്ളത്? ഒരു കോൺട്രഡിക്ഷനും ഇല്ല. കാരണം അവിടെ ആമുഖത്തിൽ പറയുന്നത് കോർപ്പറേറ്റുകൾക്ക് പ്രീണനം ചെയ്യുന്ന ആഗോളവൽക്കരണ നയങ്ങൾക്കെതിരായ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകേണ്ടതുണ്ട്. അതിന് ഇടതുപക്ഷ സർക്കാരിന് നിങ്ങൾ അത് തന്നെയാണ് ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം. കേരള സംസ്ഥാനത്തിൻ്റെ താല്പര്യം ആണ് മുൻതൂക്കം. അതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കുക. നിക്ഷേപങ്ങൾ സ്വകാര്യ മേഖലയിൽ നിന്നുള്ള നിക്ഷേപങ്ങൾ സ്വീകരിക്കുമെന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അതിന് മാനദണ്ഡമാക്കും? സ്വകാര്യ നിക്ഷേപങ്ങൾ ഇവിടെ വരുന്നവരുടെ ആശ്രയിച്ചല്ലേ ഇരിക്കുന്നത്. നമ്മളെ ആശ്രയിച്ചാണോ നിക്ഷേപം വരിക? ഇവിടെ നിക്ഷേപകരെ ആകർഷിക്കണം, അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഭൗതികമായ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ വരുന്ന നിക്ഷേപങ്ങൾ വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതു താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള നിലപാടായിരിക്കും. വ്യവസായ മേഖലയിലെ സ്വകാര്യ നിക്ഷേപം സ്വീകരിക്കുമ്പോൾ വേണ്ടുന്ന കരുതലുകളെക്കുറിച്ച് താങ്കൾ പറഞ്ഞു. പക്ഷേ പലപ്പോഴും വിദേശ നിക്ഷേപങ്ങൾ ഇവിടെ വരുന്നതിന് തടസ്സം നിൽക്കുന്ന കേരളത്തിൻ്റെ തന്നെ തനതായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മ. രണ്ട്, റെഡ് ടേപ്പിസം, ഈ പറയുന്ന ചുവപ്പ് നാടയിൽ കുടുങ്ങി കാര്യങ്ങൾ മുന്നോട്ട് പോകാതിരിക്കുന്ന സാഹചര്യം. രണ്ട്, നമ്മുടെ പരിമിതമായ ഭൂസൗകര്യങ്ങൾ. ഇത്തരം പ്രതിസന്ധികളെ എങ്ങനെ മാറ്റാനാണ് താങ്കൾ ആലോചിക്കുന്നത്? ഞങ്ങളിപ്പോൾ ആ വിഷയം തന്നെയാണ് ഞാൻ ഇന്ന് രാവിലെ മുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയങ്ങൾ തന്നെയാണ്. കേരളത്തിൻ്റെ വ്യാവസായിക വളർച്ചയ്ക്ക് ഇവിടെ വരുന്ന നിക്ഷേപകർക്ക് ആകർഷകമായൊരു സാഹചര്യം സൃഷ്ടിച്ചു നൽകാൻ, ഇവിടെ വരുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ, ഇവിടെ എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്ന കാര്യങ്ങളെക്കുറിച്ച്
ഉള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കാനുള്ള ചർച്ചകളും ഡിസ്കഷനുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വകാര്യ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുക വഴി ഓഹരി വിറ്റഴിക്കൽ വഴി രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ നിവർന്നു നിൽക്കാൻ പ്രാപ്തമാക്കുന്ന തരത്തിലുള്ള ഏത് ഇടപെടലുകളാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാവുക? ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ പൊതുമേഖലാ സ്ഥാപനത്തിനെ കുറിച്ച് പ്രത്യേകം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പൊതുമേഖലാ സ്ഥാപനം അത് എന്തുകൊണ്ടാണ് നഷ്ടത്തിലായത്, ആ നഷ്ടത്തിലായ പൊതുമേഖലാ സ്ഥാപനത്തെ എങ്ങനെ ലാഭകരമാക്കാം, ആ സ്ഥാപനത്തിൽ എങ്ങനെ കൂടുതൽ തൊഴിൽ സാധ്യതകൾ ഉണ്ടാക്കാം, അതുവഴി കേരളത്തിൻ്റെ സാമ്പത്തിക സാമൂഹ്യ രംഗത്ത് എങ്ങനെ പുരോഗതി കൈവരിക്കാം എന്നതിനെക്കുറിച്ച് പഠിച്ചിട്ട് ആ വ്യവസായത്തിൻ്റെ വളർച്ചയ്ക്ക് വികസനത്തിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുക. ഇതാണ് ഓരോ രംഗത്തെക്കുറിച്ചും. ലാഭകരമായി പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. ലാഭകരമായി പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൂടുതൽ ലാഭകരമാക്കി കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകി അതിൻ്റെ പ്രവർത്തനം വിപുലീകരിക്കാനുള്ള നടപടികളാണ് അത്തരം രംഗത്ത് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇക്കാര്യത്തിൽ കൂടിയാലോചനകളൊക്കെ നടത്തിയ ശേഷമാണ് ഒരു പ്രതികരണത്തിലേക്ക് മുഖ്യമന്ത്രി എത്തിയതെന്ന്. അതിരപ്പള്ളി വിഷയത്തിൽ ഈ പ്രശ്നം കുറെ കൂടി സങ്കീർണമാവുകയല്ലേ? കാരണം പരിസ്ഥിതിവാദികൾ എല്ലാ കാലത്തും പ്രതിരോധിച്ചിരുന്ന, അവർ ശക്തമായ രംഗത്ത് വന്നിരുന്ന കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അതിരപ്പള്ളി പ്രശ്നം. ഇതിൽ എങ്ങനെയാണ് സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയുക? കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് വലിയ പ്രതിഷേധം കേന്ദ്ര സർക്കാരിന് നേരെ ഉണ്ടായിരുന്നു. അതിരപ്പള്ളി പദ്ധതി യാഥാർത്ഥ്യമാകാതിരുന്നതിന് കാരണമായി. എങ്ങനെയാണ് കേന്ദ്രത്തിൽ നിന്ന് ഇക്കാര്യത്തിൽ ഒരു നിലപാട് പ്രതീക്ഷിക്കുന്നത്? അതിരപ്പള്ളിയുടെ കാര്യത്തിൽ ആളുകൾ അഭിപ്രായം പറയട്ടെ. എല്ലാ കാര്യങ്ങളും ഇനിയും നമുക്ക് പരിശോധിക്കാമല്ലോ. ഇത് അന്തിമമായൊരു തീരുമാനത്തിലേക്കല്ലല്ലോ. എന്നാൽ അതിരപ്പള്ളി പദ്ധതി വേണം. അത് വൈദ്യുതി രംഗത്തൊരു മഹത്തായ സ്ഥാപനമായിരിക്കും. ഉൽപ്പാദന രംഗത്ത് 2 പദ്ധതികൾ ഈ അതിരപ്പള്ളി പദ്ധതിക്ക് മുമ്പായിട്ട് തന്നെ അവിടെയുണ്ട്. ഈ 2 പദ്ധതികളും ഫലപ്രദമായി പ്രവർത്തിക്കുന്നത്. അതിൽ നിന്നുള്ള വെള്ളമാണ് 3ാമത്തെ അതിരപ്പള്ളി പദ്ധതിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അതിൽ നിന്നുള്ള ഇപ്പോൾ തന്നെ 2 പദ്ധതികളിലൂടെ കടന്നു വരുന്ന വെള്ളമാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടമായി നിൽക്കുന്നത്. ഇനി ഒരു ഡാം കൂടി വന്നാൽ വെള്ളച്ചാട്ടം നിൽക്കുന്ന പ്രശ്നമില്ല. ഇത് നല്ലതാണെന്നുള്ള അഭിപ്രായമുള്ള വലിയൊരു വിഭാഗം ജനതയുണ്ട്. എന്നാൽ ഇത് നമ്മുടെ പ്രകൃതി നിയമങ്ങളെ പ്രതികൂലമായി ബാധിക്കും എന്ന് പറയുന്നവരുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് വിശദമായി പരിശോധിക്കാം, വിശദമായി ചർച്ച ചെയ്യാം. ഈ അഭിപ്രായമുള്ളവരുമായിട്ട് പരസ്പരം ഇരുന്ന് ചർച്ച ചെയ്യാം. കാര്യങ്ങൾ മനസ്സിലാക്കാത്തവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെന്ന് നോക്കാം. എന്നിട്ട് തീരുമാനങ്ങളില്ല. മുല്ലപ്പെരിയാർ വിഷയത്തിൽ വീണ്ടും മിനിസ്റ്റർ പറയുന്നു, ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരം ഉണ്ടായിരിക്കുന്നുവെന്നും. ഏത് തരത്തിലുള്ള ഒരു പ്രശ്നം ഏത് തരത്തിലുള്ള പ്രശ്ന പരിഹാരത്തിൻ്റെ അവസരമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്? നിയമസഭ പ്രമേയം പാസ്സാക്കിയ കാലത്തിലേയും നടപ്പിലാക്കാൻ എന്തെങ്കിലും സാധിച്ചിട്ടുണ്ടോ? പ്രമേയം പാസ്സാക്കിയ പ്രശ്നം തീർന്നോ? അതാണോ ശരിയായ നിലപാട്? ഒരു പ്രമേയം പാസ്സാക്കിയാൽ പ്രമേയം ഇംപ്ലിമെൻ്റ് ചെയ്യണ്ടേ? ആ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ളൊരു മുൻകൈ വേണ്ടേ? ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ നയമാണത്. കേരളത്തിൻ്റെ സുരക്ഷ എന്ന പ്രശ്നം പരിഹരിക്കണമെങ്കിൽ പുതിയ അണക്കെട്ടില്ലാതെ മറ്റു മാർഗമുണ്ടോ? ഇതാര് പറഞ്ഞ പുതിയ അണക്കെട്ട് മാത്രമേ ഉള്ളൂ? അത് അന്തിമമാണോ? ഇനി പുതിയ അണക്കെട്ട് ആണ് എന്ന് ആരെങ്കിലും പറയുന്നിട്ടുണ്ടോ? പുതിയ അണക്കെട്ടാണ്. ആ അണക്കെട്ടിന് തകരാറ് പറ്റില്ലേ? ഇതെല്ലാം നമ്മൾ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ധാരണക്കനുസരിച്ച് അങ്ങ് വ്യാഖ്യാനിക്കുകയല്ലേ. വ്യവസായ വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുത്ത ശേഷം ശ്രീ പി ജയരാജൻ കേരളത്തിലെ വ്യാവസായിക അന്തരീക്ഷത്തിൽ ഉണ്ടായിട്ടുള്ള പോരായ്മകളെക്കുറിച്ച് എന്തൊക്കെ പുതിയ അറിവുകളാണ് താങ്കൾക്ക് കിട്ടിയത്? എനിക്ക് ഇവിടെ കിട്ടിയുള്ള അറിവുകൾ, നമ്മുടെ വ്യവസായ രംഗത്ത് കൂടുതൽ ഇടപെടേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഒരു സംരംഭകർക്ക് ഇവിടെ വന്നാൽ ആ സംരംഭകർ ഓഫീസുകൾ കയറി ഇറങ്ങി കടലാസുകൾ, പേപ്പറുകൾ ഒന്നും നീങ്ങാതെ മനസ്സാകെ തളർന്ന് തിരിച്ചു പോകേണ്ടി വരുന്ന അവസ്ഥ. പിന്നെ ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ, പാരിസ്ഥിതിക അനുമതി തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ലൈസൻസുകളും പ്രശ്നങ്ങളും വേണം. ഇതിനെല്ലാം വേണ്ടിയിട്ടുള്ള ഒട്ടനവധി സാങ്കേതിക തടസ്സങ്ങളുമുണ്ട്. സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കും. ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് നിരാശപ്പെട്ടു പോകും. അതുകൊണ്ട് ഈ കാര്യത്തിൽ അതിവേഗതയിൽ അപേക്ഷകർക്ക് അവരുടെ സാധ്യതകൾ, സാഹചര്യങ്ങൾ
പരിശോധിച്ച് എത്രയും പെട്ടെന്ന് അനുമതി കൊടുത്ത് സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള നടപടികളുണ്ടാകണം. IT വ്യവസായ മേഖലകളിലേക്ക് കൂടുതൽ വിദേശ നിക്ഷേപം കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റും പിന്നീട് എമേർജിംഗ് കേരളയും ഒക്കെ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത്. അതൊക്കെ കേരളത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിരുന്നു എന്നതാണല്ലോ താങ്കളുടെ അഭിപ്രായം. ഏത് തരത്തിലാണ് അവ പരാജയപ്പെട്ടു പോയത്? ഇതെല്ലാം നടന്നല്ലോ. അതിൻ്റെ ഫലം എന്തായിരുന്നു? എമർജിംഗ് കേരള എന്താ ഫലം? നമ്മുടെ അനുഭവങ്ങളാണല്ലോ. ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ പ്രചരണം നടത്താൻ ഉപയോഗിക്കുക എന്നുള്ളതല്ലാതെ ഫലത്തിൽ കേരളത്തിൽ ഒരു പ്രത്യേകത ഉണ്ടാക്കിയെടുക്കാനൊന്നും സാധിച്ചിട്ടില്ല. നിക്ഷേപകർക്ക് വേണ്ടിയിട്ട് എത്ര വലിയ മേളയാണ് നടത്തിയത്. ഇവിടെ ഏതെങ്കിലും നിക്ഷേപകർ വന്നോ? നിക്ഷേപം വന്നോ? അതിന് മേള നടത്തുകയല്ല, അതിനുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ് വേണ്ടത്. അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നിക്ഷേപകർ കേരളത്തിലേക്ക് വരണമെങ്കിൽ കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യം മികവുറ്റതായിരിക്കണം. മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കപ്പെടണം. കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം ഭൂമി പ്രശ്നമാണ്. കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ അത് വലിയൊരു ഭൂമി പ്രശ്നമായി കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുടെ പ്രതിഷേധമായി മാറുന്നു. അവിടെ ഇടതുപക്ഷം ഏത് നിലപാടെടുക്കും? കുടിയൊഴിപ്പിക്കാതെ ഒരാളെയും കുടിയൊഴിപ്പിക്കുന്ന പ്രശ്നമില്ല. ഒരു വ്യവസായത്തിലും കേരളത്തിൽ കുടിയൊഴിപ്പിച്ചിട്ടില്ല. ഇപ്പോൾ നമുക്ക് നമ്മുടെ അനുഭവങ്ങളിൽ തന്നെയുള്ളൊരു വിഷയമാണ് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അവിടെ നമുക്ക് എയർപോർട്ട് വരണം. അതിൻ്റെ 4 കിലോമീറ്റർ റൺവേ വേണം. അതിൻ്റെ പരിസര പ്രദേശത്തുള്ള ആളുകളെ, കുറേ ആളുകളെ ഭൂമി ഏറ്റെടുക്കണം. അവരെ വിളിച്ച് അവരോട് ചോദിച്ചു, ഇത് ഒരു എയർപോർട്ടിന് വേണ്ടിയിട്ടാണ്, ഇന്ന ഗുണങ്ങളുണ്ട്, നിങ്ങളുടെ ഭൂമിയും നിങ്ങളുടെ വീടും തന്നാൽ ഇന്ന നേട്ടങ്ങളുണ്ടാകും. അവരെല്ലാം സമ്മതിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്താ വേണ്ട? അതിനു വേണ്ടി അവർക്ക് പൊന്നും വിലയും പകരം ഭൂമിയും. അവരെ സംതൃപ്തരാണ്. അതിൻ്റെ സംതൃപ്തരായി ആ സ്ഥാപനം പ്രവർത്തിപ്പിക്കാൻ നയനാ ഗവൺമെൻറ് കാലത്തും BSൻ്റെ കാലത്തും പരിശ്രമിച്ചു. അതിൻ്റെ ഫലമാണ് ആ വിമാനത്താവളത്തിൻ്റെ ഭൂമി മുഴുവൻ ഒരു മനപ്രയാസവുമില്ലാതെ വിട്ടുകൊടുക്കേണ്ട ഭൂ ഉടമകൾ വിട്ടുകൊടുത്തത്. കേരളത്തിൽ ഇപ്പോൾ നമുക്ക് വ്യവസായത്തിന് വേണ്ടി ഭൂമി കുടിയൊഴിപ്പിക്കാതെ തന്നെ, ആരെയും കുടിയൊഴിപ്പിക്കാതെ തന്നെ ഇവിടെ ധാരാളം ഭൂമിയുണ്ട്. ആ ഭൂമികൾ കണ്ടെത്തി നമുക്ക് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കിംഫ്ര വ്യവസായങ്ങളുടെ അടിസ്ഥാന സൗകര്യം ഒരുക്കി കൊടുക്കാൻ, ഭൂമി ലഭ്യമാക്കാൻ ഫലപ്രദമായ നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒട്ടേറെ സംരംഭങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ കേരളത്തിൽ ആരംഭിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. കിംഫ്രയെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഭൂമി കണ്ടെത്തി സംരംഭകർക്ക് നൽകാനുള്ള നല്ല നടപടികൾ ഇവിടെ സ്വീകരിക്കാൻ വേണ്ടി സാധിക്കും. അഴിമതി മുക്ത മതനിരപേക്ഷ വികസിത കേരളം എന്ന ലക്ഷ്യത്തിലേക്കാണല്ലോ ഈ സർക്കാർ പോകാൻ ഉദ്ദേശിക്കുന്നത്. ഒരു അഴിമതി മുക്ത ഭരണം നടപ്പാക്കാൻ വേണ്ടിയുള്ള എത്രത്തോളം ജാഗ്രതയും സംവിധാനങ്ങളും സംസ്ഥാനത്തുണ്ട്? നല്ല ജാഗ്രത ഇപ്പോഴുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പോലീസ് രംഗത്ത് തന്നെ ചില അഴിച്ചുപണികൾ വന്നു, വിജിലൻസിൻ്റെ രംഗത്ത് ചില അഴിച്ചുപണികൾ വന്നു. അപ്പോൾ ഞങ്ങളുടെ നയം ഇപ്പോൾ ആളുകൾക്കൊക്കെ ബോധ്യമായിട്ടുണ്ടാകും. എല്ലാ രംഗങ്ങളിലും അഴിമതി വിമുക്തമാക്കാനുള്ള ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് ക്യാമ്പയിനുകൾ, ബോധവൽക്കരണം, ഉദ്യോഗസ്ഥന്മാർ, മറ്റുള്ളവരോട് ഒക്കെ തന്നെ. ഈ ഗവൺമെൻറ് അഴിമതിക്കെതിരായി ശക്തമായ നിലപാടെടുത്ത് പോരാടുന്ന ഗവൺമെൻറ്റായിരിക്കും. അതിനോട് മുഖം നോക്കാതെ നടപടിയെടുക്കും. കേരളത്തിൽ പിന്നീട് വലിയ ചർച്ചയാകാൻ പോകുന്നത് രാഷ്ട്രീയ സംഘർഷങ്ങളാണ്. കേന്ദ്ര ഭരണത്തിൻ്റെ പിൻബലത്തിൽ BJPയും കേരളത്തിൽ അധികാരത്തിലുണ്ട് എന്നതിൻ്റെ ധൈര്യത്തിൽ CPMും തമ്മിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങൾ ഇനി ഏറുമോ? രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ ഒരു ആഗ്രഹവും ഇന്ന് വരെ കാണിക്കാത്ത ഒരാളാണ് ഞങ്ങൾ രാഷ്ട്രീയ സംഘർഷം ഉണ്ടാക്കാനല്ല, ജനങ്ങൾക്ക് സമാധാന ജീവിതം ഉറപ്പുവരുത്താൻ ശ്രമിക്കുന്നവരാണ്. ഞങ്ങളൊക്കെയാണ് കുറേ അനുഭവിച്ചിട്ടുള്ളത്. ഞങ്ങളത് പാർട്ടി അനുഭവിച്ചതുപോലെ വേദനയും ദുഃഖവും അനുഭവിച്ച ഏതെങ്കിലും ഒരു പാർട്ടിയുണ്ടോ? ഇപ്പോൾ കേരളത്തിൽ, ഇന്ത്യയിൽ BJP അധികാരത്തിൽ വന്നു. RSS നയിക്കുന്നൊരു രാഷ്ട്രീയ പാർട്ടിയാണിത്. RSS സംഘപരിവാർ ഒരു വർഗീയ അജണ്ടയുടെ മേലെ പ്രവർത്തിക്കുന്നൊരു സംഘടനയാണ്. ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ പരിശ്രമിക്കുന്നൊരു സംഘടനയാണ്. അങ്ങനെ വരുമ്പോൾ ഇതൊരു മതനിരപേക്ഷതാ രാഷ്ട്രമാണ്. ആ മതനിരപേക്ഷതാ രാഷ്ട്രത്തിൽ
മതസാഹോദര്യം നിലനിർത്താനും മതനിരപേക്ഷത കാത്തുസൂക്ഷിക്കാനുമല്ല, മതസംഘർഷമുണ്ടാക്കി ചേരിതിരിച്ച് അധികാരം പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന BJP RSS. ഈ സർക്കാരിനെ നയിക്കുക പിണറായി വിജയനാണ് എന്ന പ്രഖ്യാപനം നടത്തിയ സീതാറാം യെച്ചൂരി പറഞ്ഞു, VS അച്യുതാനന്ദൻ കേരളത്തിൻ്റെ ഫിദേൽ കാസ്ട്രോയാണ്. പാർട്ടിയെ പ്രചോദിപ്പിച്ചും പാർട്ടിക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകിയും അദ്ദേഹം ഉണ്ടാകുമെന്ന്. പാർട്ടിയെ നേർവഴിക്ക് നയിക്കാനുള്ള ഉപദേശം നൽകാൻ ഒരു ക്യാബിനറ്റ് പദവിയുടെ ആവശ്യമുണ്ടോ ശ്രീ പി ജയരാജൻ? ക്യാബിനറ്റ് പദവിയുടെ ആവശ്യം നയിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ഒട്ടനവധി കാര്യങ്ങൾ നിർവഹിക്കാനും സഹായകരമാണ്. ഇന്ന് കേരളത്തിലെ ഏറ്റവും സീനിയറായിട്ടുള്ള, ഇത് നിശ്ചയിക്കാൻ LDFന് വിട്ടു. LDF ചർച്ച ചെയ്യട്ടെ, അതാണ് വന്നിരിക്കുന്നത്. LDF ആലോചിക്കട്ടെ. സീനിയറായിട്ടുള്ളൊരു നേതാവാണ്. അദ്ദേഹത്തിൽ ഒരുപാട് സംഭാവനകൾ കേരളത്തിന് തരാനുണ്ട്. പ്രായാധിക്യമുള്ള നേതാവാണ്. അപ്പോൾ അതിനനുസരിച്ച് അദ്ദേഹത്തെ കേരളം ആദരിക്കുന്നു. തീർച്ചയായും കേരളം ആദരിക്കും, ബഹുമാനിക്കും. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ LDF ആലോചിച്ച് ആവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും. ഫിഡൽ കാസ്ട്രോ ക്യൂബയിൽ അവിടുത്തെ ജനങ്ങളെ സോഷ്യലിസത്തിലേക്ക് നയിച്ച് അദ്ദേഹത്തെ ഒരു കാലഘട്ടം മുഴുവൻ സാമ്രാജ്യത്വം വേട്ടയാടി. അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ഒരു വിപ്ലവകാരി ലോകത്തിൻ്റെ മുമ്പിൽ ഒരു ചുവന്ന നക്ഷത്രമായി തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് വാർദ്ധക്യം ബാധിച്ചു. പക്ഷേ അദ്ദേഹം ആ വിപ്ലവ വീര്യത്തോടുകൂടി അവിടുത്തെ ജനങ്ങളെ സേവിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് സീതാറാം യെച്ചൂരി പറഞ്ഞിട്ടുള്ള കാര്യം. മാർക്സിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ ഒരു കീഴ്വഴക്കമുണ്ടോ? ഒരു സർക്കാരിനെ നിയന്ത്രിക്കാനും നേർവഴിക്ക് നയിക്കാനും ഒരു ക്യാബിനറ്റ് പദവി നൽകേണ്ട ആവശ്യമുണ്ടോ മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച്? ഇത് കീഴ്വഴക്കത്തിൻ്റെ പ്രശ്നങ്ങളെ അല്ല, ഇതൊരു സാഹചര്യത്തിൻ്റെ പ്രശ്നമാണ്. ആ സാഹചര്യം കേരളത്തിലെ ഏറ്റവും സീനിയറായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ്, കേരളത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായി കേരളത്തെ നയിച്ചിട്ടുള്ള ആൾ, ഒരുപാട് കാലം നിയമസഭയിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ആൾ, അദ്ദേഹം വലിയ ജനപിന്തുണയോടുകൂടി കേരള നിയമസഭയിൽ അദ്ദേഹമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ മനുഷ്യനെ, ഒരു ആദരവുള്ളൊരു മനുഷ്യനെ കേരള സമൂഹമാകെ ആദരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഒരു നിലപാട് LDF സ്വീകരിക്കുന്നു. കായിക വകുപ്പിൽ എന്തൊക്കെ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനാണ് മന്ത്രി ആലോചിക്കുന്നത്? കായിക വകുപ്പ്, കായിക രംഗത്തെ നമുക്ക് കുറേ കൂടി സജീവപ്പെടുത്തണം. ഒട്ടനവധി കായിക താരങ്ങൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം പല ജീവിതമാർഗം തേടി പല വഴികളിലൂടെ പോവുകയും അവരുടെ കായിക കഴിവ് പ്രകടിപ്പിക്കുന്നതിൽ പൂർണ്ണമായും സേവനം അർപ്പിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നു. അതുകൊണ്ട് കേരളത്തിൻ്റെ സർവ്വ മേഖലകളിലും പ്രാപ്തരായ താല്പര്യമുള്ള ആളുകളെയൊക്കെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല നടപടികൾ സ്വീകരിക്കും. കണിശക്കാരും അതീവ ഗൗരവക്കാരും എന്ന പ്രതിച്ഛായയാണ് കണ്ണൂരിലെ CPM നേതാക്കൾക്ക് പൊതുവിലുള്ളത്. ശ്രീ EP ജയരാജൻ ആ ഗണത്തിൽപ്പെടുന്ന വ്യക്തിയായി പൊതുസമൂഹം കണ്ടിരുന്നു. ഈ പ്രതിച്ഛായ എപ്പോഴെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞാൻ എപ്പോഴും ഞാൻ തന്നെയാണ്. ഓരോരുത്തർക്കുമുള്ള നിരീക്ഷണം കൊണ്ട് ഓരോ തരത്തിൽ അഭിപ്രായങ്ങൾ പറയുന്നുണ്ടാകും. അതിനൊന്നും ഞാൻ കുറ്റക്കാരനല്ല. എനിക്ക് കേരളത്തിലെ ജനങ്ങളോടും ഉള്ള പ്രതിബദ്ധത, ആ പ്രതിബദ്ധത ഞാൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രതിബദ്ധത നിർവഹിക്കുമ്പോൾ ഒരു പെശക് സംഭവിക്കരുത്, ഒരു തെറ്റ് സംഭവിക്കരുത് എന്ന് പരമാവധി ചിന്തിച്ച് ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ജനവിരുദ്ധ ശക്തികൾ, സ്വാർത്ഥ താല്പര്യമുള്ളവർ, സ്ഥാപിത താല്പര്യക്കാർ, പിന്തിരിപ്പന്മാർ ഞങ്ങളെ ആക്രമിക്കും. അതിനെ ജനങ്ങളുടെ സഹായത്തോടു കൂടി ഒറ്റപ്പെടുത്തുക, അതാണ് ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ജനത്തിന് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയട്ടെ. താങ്ക് യു വെരി മച്ച്. വളരെ നന്ദി. ഇനിയും കാണാം.